3 മണിക്കൂർ പിള്ളേരാണ് എക്സാം എഴുതിയെങ്കിലും നമുക്ക് നല്ല വിശപ്പുണ്ട്. 9:30 നിന്ന് നിർത്തല്ലേ, ഏകദേശം 12:15 വരെ നല്ല വിശപ്പായിരുന്നു. അങ്ങനെ ഫ്രൈഡ് റൈസ് കഴിക്കാൻ നേരത്തെ പോയത്. 1:30 വീണ്ടും എക്സാം ഉണ്ട്. അപ്പോൾ ഫ്രൈഡ് റൈസ് കിട്ടണ ഒരു 10-15 മിനിറ്റ് അധികം ഇരിക്കണം. അപ്പോൾ വേഗം ഉള്ളത് ബിരിയാണിയാന്ന്. അങ്ങനെ 5 ആളും കൂടി ഒരു ഹാഫ് വാങ്ങി. പിന്നെ ഫുള്ളായിട്ട് കഴിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഫുഡും കഴിച്ച് വേഗം നടന്നു. ഏകദേശം 1:30 എക്സാം എങ്കിൽ 1:15 സാമഗ്രികളൊക്കെ എടുത്തിട്ട് ഹാളിലേക്ക് വന്നു. നമ്മളങ്ങോട്ട് പോകുമ്പോൾ ഇതാ ഇവന് ഇങ്ങോട്ട് വരണം, എക്സാം എഴുതേണ്ട ആളത്. അങ്ങനെ 1:15 ഓടിച്ചാടിപ്പോയി. ഇതാണ് ഞങ്ങളുടെ സ്കൂള്. വലിയ ബിൽഡിങ്ങൊക്കെ കണ്ടിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, അതല്ല ഹയർ സെക്കൻഡറി സെക്ഷൻ. ഈ പെട്ടെന്ന് ഒന്ന് പൊളിയൊന്ന് വിചാരിക്കുന്ന ബിൽഡിങ്ങില്ലേ, ഇത് രണ്ടാണ്. ഒന്ന് VHSC, ഹയർ സെക്കൻഡറി. ഇതാണ് നമ്മുടെ കൊട്ടാരം. അപ്പം കാസർഗോഡ് റവന്യൂ ജില്ലാ കലോത്സവമൊക്കെ ഇവിടെ വെച്ച് നടക്കണം. അതിൻ്റെ ക്ലീനിങ് കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. അപ്പോൾ പിന്നെ 1:15 അങ്ങനെ സ്റ്റാഫ് റൂം കയറി നമ്മുടെ ക്വസ്റ്റ്യനും ആൻസർ ഷീറ്റും അങ്ങനെ സാമഗ്രികളൊക്കെ എടുത്തിട്ട് എക്സാം ഹാളിൽ പോയി. എക്സാമും കഴിഞ്ഞ് പിന്നെ ഒരു മീറ്റിംഗ് ഒക്കെ ഉണ്ടായി. അതെല്ലാം കഴിഞ്ഞ് 5 മണിയാകുമ്പോൾ ബസ് സ്റ്റാൻഡിലേക്ക് വന്നു. അപ്പം പെട്ടെന്ന് തന്നെ ഒരു ബസ് വന്നു. ബസ് കയറി സീറ്റും കെട്ടി ഇങ്ങനെ ഇരുന്ന് പുറത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് പോകുമ്പോൾ നോക്കി കണ്ണും പൂട്ടി തുറക്കുമ്പോഴേക്കും കിട്ടി റെയിൽവേ സ്റ്റേഷനുണ്ട്. അങ്ങനെ അവിടെ ഇറങ്ങി. ഏകദേശം എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും എക്സാം ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ കയറി ഇറങ്ങിയാണ് ബസ്സിൽ നിന്ന് ഇറങ്ങിനെ നടന്നപ്പോൾ ഞാൻ സ്ഥിരം ഇരിക്കുന്ന സ്ഥലം ഫാൻ്റെ കാറ്റുള്ള അങ്ങോട്ടേക്ക് മാത്രമേ ഇരിക്കുന്നത്. അത് കുറച്ചും കൂടി ബാക്കോട്ടാണ്. അപ്പം അങ്ങോട്ടേക്ക് ഇങ്ങനെ നടന്ന് 5:30 ആയ എന്തായാലും അവിടെ ഫുള്ളായിട്ടുണ്ട്. പിന്നെ നടന്ന് പോയപ്പോൾ ആ ഒരു സീറ്റ് മാത്രം ബ്ലാങ്ക് ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ കയറി ഇരുന്നതിന് കുറച്ച് മൊബൈലൊക്കെ നോക്കി. സാധാരണ 5:45 കണ്ട വണ്ടി കുറച്ച് ദിവസമായിട്ട് 5:50, 55 അങ്ങനെ വണ്ടി നിർത്തുന്നവരെ കുറിച്ച് ഇങ്ങനെ നോക്കി നിന്നു. അത് ഞാനല്ല കേട്ടോ, നോക്കുന്നത് വേറെ. അങ്ങനെ ട്രെയിനിൽ കയറി സാധാരണ പോലെയല്ല, ഇന്ന് കിടക്കാനൊക്കെ സ്ഥലം കാണുന്നത്. ശരിക്കും സ്ഥലമില്ല, എന്നാലും കുഴപ്പമില്ല. ഇങ്ങനെ ഒന്നല്ല ഉണ്ടാവില്ല, അത് കുത്താൻ സ്ഥലമുണ്ട്. അങ്ങനെ അടുത്ത സ്റ്റേഷൻ ആകുമ്പോഴേക്ക് കുറച്ച് ആൾക്കാർ